കല്യാണത്തിന് പണ്ട് മുതൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടി ഹസ്ബൻഡിന്റെ കാലിൽ തൊട്ട് വിടുന്നു. ഇപ്പൊ ചില കല്യാണങ്ങളിലൊക്കെ തിരിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയുടെ കാല് തൊട്ട് തൊടുന്നൊരു സാധനം. നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെ രീതിയിലാണ്, ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, എപ്പോഴും ഞാൻ വരും. ഈഗോ. കാല് തൊട്ട് നമസ്കരിക്കാറുണ്ടോ? പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ട്. പിന്നെ പൊതുവേ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു രീതി ഇല്ല. അത് ഇപ്പം ചിലപ്പം കല്യാണങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അപ്പം അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ക്രിസ്ത്യൻസിന്റെ ഇടയിൽ കാല് തൊട്ട് വണങ്ങലില്ല. പക്ഷെ ഈ തിരുമേനിയുടെ കൈ മുത്തല് അത് തിരുമേനിമാര് വരുമ്പോ അച്ഛന്മാരാണെങ്കിൽ അച്ഛന്മാർ കൈ മുത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് നമ്മുടെ ഇതില്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അത് ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ്. ബ്ലെസ്സിങ്, അനുഗ്രഹം കിട്ടുക, നേടുക എന്നുള്ളതാണല്ലേ ഇതിന്റെ പിറകിൽ. എന്തായാലും കാല് തൊട്ട് മുത്തുക, കാല് കഴുകുക എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. ഈ പെസഹ സമയത്ത് കാൽ കഴുകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് പക്ഷെ ബ്ലെസ്സിങ്ങിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാ. പൊതുവെ ഈ കാലിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ്? നീ കാല് തൊട്ട് തൊഴാറുണ്ട് ആരുടെയെങ്കിലും ഒക്കെ? ഉണ്ടല്ലേ. അതിന്റെ പറ്റി അഭിപ്രായം എന്താ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഞാൻ എന്റെ ഗുരുവിനെ കാണുമ്പോഴും കാല് തൊട്ട് വണങ്ങും. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അഹംഭാവം കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളുടെ കാല് തൊട്ട് നമസ്കരിക്കുന്ന രീതിയിൽ. പക്ഷേ ഗുരുക്കന്മാർ, സംഗീതജ്ഞരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, ഇപ്പോൾ ഒരു നവവധുവിന്റെ കാര്യമാണെങ്കിൽ അവൾ കാല് തൊട്ട് 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 നടുവേദനിക്കുന്ന അവസ്ഥയിലാവും. ജീവിതത്തിൽ ഇതൊരു കാല് തൊട്ട് ഉണങ്ങിയിട്ടില്ല ആരുടെ, എന്റെ ജീവിതത്തിൽ ആരുടെയും ചെയ്തിട്ടില്ല. പിന്നീടാണ് അതിൻ്റെ ഒരു അതെന്താണെന്ന് മനസ്സിലാക്കിയും, അതായത് ഇപ്പോൾ അനു പറയുന്നത് തന്നെ നമ്മുടെ ഒരു അഹംബോധം ഉണ്ടല്ലോ, ആ ബോധത്തിൽ നമ്മൾ എന്തോ ആണെന്നുള്ള ധാരണ നമുക്കുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു ഗുരുസ്ഥാനത്തിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ആക്ച്വലി നമുക്ക് നമ്മളോട് അങ്ങനെ പെരുമാറുന്നൊരു ശിഷ്യനോട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കെയറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു എന്താ പറയാ, ഒരു ദൈവത്തിന് തുല്യമാണല്ലോ ശരിക്കും നമ്മുടെ ഒരു സംസ്കാരത്തിൽ. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാലോട്ട്, എനിക്ക് ഭയങ്കര അഭിമാന പ്രശ്നമായിരുന്നു എനിക്ക്. പക്ഷെ പൊതുവെ മലയാളികൾക്ക് അങ്ങനെ ഇത് തോട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സൈഡ്, പ്രത്യേകിച്ച് ഈ പഞ്ചാബിലുള്ളവർ, അവർക്ക് അത് പക്ഷെ അതിൽ മാറ്റമുണ്ട്. ആദ്യമൊക്കെ കാൽപാദത്തിൽ തൊട്ടാണ് അനുഗ്രഹം മേടിച്ചോണ്ടിരുന്നത്. ഇപ്പം മുട്ടിന് താഴെ ഇങ്ങനെ ജസ്റ്റ് തൊട്ടിട്ട് അങ്ങനെയാണല്ലോ എല്ലാവരും ജസ്റ്റ് ഒന്ന് തൊഴുമ്പോ തന്നെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പോ അങ്ങനെ ഒരു അത് അവരുടെ ഗ്രീറ്റിംഗ്സിന്റെ ആചാരം, അവരുടെ ഒരു എന്താ, ഒരാളെ കണ്ടിട്ട് ഹലോ നമസ്കാരം പറയുന്നതിന് പകരം നോർത്ത് ഇന്ത്യൻസ് മിക്കവരും ചെയ്യാറുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ ഒരു വേറൊരു ടേമും കൂടെ ഉണ്ട്. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള കാല് തൊട്ട് നമസ്കരിക്കുന്നത് ആക്ച്വലി ഒരു ഫിസിക്കൽ എക്സസൈസ് കൂടാണ്. മനസ്സിലായോ? ഇപ്പൊ ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാല് തൊട്ട് തൊടുന്നത്, നമ്മളിപ്പോ തൊടുന്നത് ഇങ്ങനെയല്ല തൊടുന്നത്. ശരിക്കും തൊടേണ്ടത് ഇങ്ങനെയാണ് തൊടേണ്ടത്. ഫുൾ കൈ നമ്മുടെ കാൽപാദത്തിന്റെ മേലെ വരണം. അങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമ്മളിപ്പം നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ നിവർന്ന് നിന്നിട്ട് താഴെ അർപ്പണ മനോഭാവമാണ് ആക്ച്വലി കാല് തൊട്ട് വണങ്ങുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റൊരാളിൽ നമ്മൾ പൂർണ്ണമായിട്ട് അർപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഗുരുക്കന്മാരാണെങ്കിലും ഇപ്പോൾ മറ്റേത് മേഖലയാണെങ്കിലും അതിപ്പോൾ നമുക്ക് കാലിൽ തന്നെ നമ്മളിങ്ങനെ കാല് തൊട്ട് വണങ്ങണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ മനസ്സുകൊണ്ട് നമുക്കത് അർപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ഹഗ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണിപ്പോൾ എന്താ പറയുക, ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഇതൊരു അറുപോറം പരിപാടിയല്ലേ, ഇപ്പോൾ എളിമയും വിനയും ഒക്കെ കാണിക്കണമെങ്കിൽ ഒരാളുടെ കാല് തൊട്ടല്ലാതെ വാക്കിലും പ്രവൃത്തിയിലും അല്ലേ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വെസ്റ്റേൺ സംസ്കാരത്തെ നമ്മൾ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമ്മളൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് തെറ്റിക്ക് വെക്കുക, നമ്മളെല്ലാവരും ചെയ്യാറില്ലേ? ഞാനെന്ന ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനാണ് എല്ലാത്തിലും, ഞാനാണ് അത് കണ്ടുപഠിക്കാൻ തോന്നുന്നു. ഈ പറയുന്ന സാധനം നോക്കിയാലേ, ഇപ്പം റോജി പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാ. പണ്ട് നേരത്തെ കുറച്ച് വിവരമുള്ളവർ, അതായത് നമ്മൾ ഗുരുസ്ഥാനികരായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ പറയും, നീ എത്ര പ്രാവശ്യം ഇപ്പം ഞാനെന്ന് പറഞ്ഞെന്നറിയാമെന്ന്. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെ രീതിയിലാണ്, ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, എപ്പോഴും ഞാൻ വരും. ഈ സാധനം കട്ട് ചെയ്യണമെന്ന് അവർ പറയും. അപ്പോൾ ഈ പറഞ്ഞ കാൽ തൊട്ട് വന്ദിക്കുക എന്നുള്ളത് നമ്മൾ സമർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ അഹംഭാവത്തെ മാറ്റി ഈ ഒരു കാര്യമുണ്ട്. നമുക്കിപ്പം ഈ ഗുരുസ്ഥാനികരുടെ ഒരു ഓറയും കൂടെ തിരിച്ച് നമുക്ക് കിട്ടുകയാണ്.
നമ്മൾ അവരിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരുടെ ഒരു ഓറ നമുക്ക് റിസീവ് ചെയ്യുന്ന നമുക്ക് നമ്മളെ സമർപ്പിക്കാതെ ഒന്നും നമ്മൾ രക്ഷപ്പെടില്ല. സറണ്ടർ ചെയ്യണം. അതെ, നമ്മൾ സറണ്ടർ ചെയ്യണം. അത് നമ്മൾ സറണ്ടർ ചെയ്യുന്ന ആരോടാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പ്രകൃതിയോട് നമ്മൾ സറണ്ടർ ചെയ്യാം, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം. ഒന്ന് നമുക്ക് നമ്മുടെ പാർട്ണറിൻ്റെ അടുത്ത് നമുക്ക് സറണ്ടർ ചെയ്യാം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമുക്ക് സറണ്ടർ ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ സറണ്ടർ ചെയ്യാം. ഈ സറണ്ടറിങ് ആണ് വരുന്നത്. പിന്നെ ഈ കാല് തൊടുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെക്കാളും ഇച്ചിരി ഏജ് ഉള്ളവരായിരിക്കും. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രായത്തിനെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അതായത് നമ്മൾ സറണ്ടർ ചെയ്താൽ മാത്രമേ നമ്മളിലുള്ള ആ എന്താ പറയുക ഒരു വൃത്തികെട്ട ചിന്ത, ഈഗോ പോവുള്ളൂ. കണ്ടിട്ടുണ്ടോ? അതായത് ഈ എന്താ പറയുക സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാര് ഗുരുക്കന്മാര് ഭിക്ഷ യാചിക്കാൻ വേണ്ടി വിടും. എന്താ കാര്യം? നമ്മളിൽ ആർക്കെങ്കിലും ഇവിടെ ഒരു പിച്ചച്ചട്ടി എടുത്ത് തന്നിട്ട് ഈ കടകളിൽ പോയി പിച്ച ഉണ്ടാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എന്തോ ആണെന്നുള്ള തോന്നലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം പണമുണ്ട്, മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആവശ്യമുണ്ട്. നാളെ ഒരിക്കലും ഒരു വെള്ളപ്പൊക്കം വന്ന് ഇത് മൊത്തം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പിച്ചച്ചട്ടി എടുക്കുമല്ലോ. നിങ്ങൾ ഭിക്ഷ യാചിക്കുകയും ചെയ്യും, നിങ്ങൾ ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഈ ബോധം ഇല്ല. അന്ന് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് ഈ പഴനിയില് പോകുന്ന ഈ ചില ആൾക്കാരുണ്ട്, അവർ നേർച്ചയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇത്ര ദിവസം പിച്ച എടുത്ത് ആ പണം കൊണ്ടുവേണം പഴനിയിൽ പോവാൻ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന്. എവിടെയെങ്കിലും പോയി, ഇവിടെ എല്ലാം നോർത്തിൽ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഒരു കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു സന്യാസ വേഷം കിട്ടി അങ്ങനെ ജീവിച്ചാൽ കൊള്ളാം. എനിക്ക് അങ്ങനെ ഒന്ന് എക്സ്പെരിമെന്റ്, ആ സോഷ്യൽ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്, നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. എങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ആ ഒരാളോട്, നമ്മുടെ മുന്നിൽ വന്ന ആളോട് നമ്മൾ എങ്ങനെ പെരുമാറിയെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. മണ്ടൻ ചിന്താഗതി ആയിരിക്കും, പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഈ എക്സ്പെരിമെന്റ് ചെയ്താൽ ഈ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നേരത്തെ റോജി ബ്രോ ചോദിച്ചോലെ നമുക്ക് ചിലപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റൂല. അത് ഒരു 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 അവയർനെസ് നമുക്ക് തരും. ഈ പറഞ്ഞ ഞാനെന്ന ബോധത്തെ കട്ടാവും. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ നമുക്ക് തമിഴ്നാട്ടിലുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബംഗാളികൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒറീസക്കാർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, നേപ്പാളികൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, മലയാളികൾക്ക് ഒട്ടുമിക്ക ആളുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഈ ഇന്ത്യയിൽ യാത്ര ചെയ്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തോ ഒരാൾക്ക് ഇങ്ങനൊരു മാറ്റം വരില്ല. അതായത് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. കാരണം എന്താ പറയുമോ, നമ്മൾ ഇവിടെ കാണുന്ന ബംഗാളികളോട് ഒറീസക്കാരോടൊക്കെ നമ്മൾ മാന്യമായിട്ട് പെരുമാറി പഠിച്ചില്ലെങ്കിൽ നമ്മൾ നാളെ ഒരിക്കലും ഇന്ത്യക്ക് പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. മനസ്സിലായി? അപ്പം നമുക്ക് മനസ്സിലാവും ഈ പറയുന്നതല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പല ഡയലോഗും നമുക്ക് അടിക്കാം. ഇന്ത്യക്ക് പുറത്തോട്ട് നമ്മൾ പോവുക അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാലേ ഉറപ്പായിട്ട് നമ്മൾ വളരെ മാന്യമായിട്ട് പെരുമാറി സംസാരിച്ച് ഡീൽ ചെയ്തില്ലെങ്കിലേ നല്ല ഇടി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും അപരാധം ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കണേന്നതിൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം, അല്ലെങ്കിൽ സമസ്താപരാധങ്ങളും പൊറുക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കാൽക്കൽ പോയി ഇങ്ങനെ പ്രണമിക്കുന്ന ഒരു അവസ്ഥയൊക്കെയില്ല. അപ്പൊ ഈ കാലിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഇത് കറക്റ്റ്. അതിന്റെ ഇപ്പൊ വേറൊരു സൈഡും കൂടെ ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളുണ്ട്, നോക്കിയാൽ മതി. അതായത് കല്യാണത്തിന് പണ്ട് മുതൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടി ഹസ്ബൻഡിന്റെ കാലിൽ തൊട്ട് വിടുന്നു. ഇപ്പൊ ചില കല്യാണങ്ങളിലൊക്കെ തിരിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയുടെ കാല് തൊട്ട് തൊടുന്നൊരു സാധനം. അത് റോജി ബ്രോയ്ക്ക് ആ പോയിന്റ് ഭാരതീയ സംസ്കാരം ഈ കാല് തൊട്ട് തൊഴണതിന് പ്രത്യേക പ്രായപരിധി ഒന്നും നിശ്ചയിച്ചിട്ടൊന്നും ഇല്ല. മൂത്തവരുടെ തന്നെ കാല് തൊട്ട് തൊഴണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് ജെൻഡർ വൈസ് പറയാം. നമ്മൾ തിങ്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഭാര്യ ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുന്നു ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പൊ അത് തിരിച്ച് ചെയ്യുന്നത് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് സറണ്ടറിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മത പുരോഹിതരെ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴോ ഒന്നും കാല് തൊട്ട് വന്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നും ആ വ്യക്തിക്ക് അതിനുള്ള അറിവുണ്ടെന്നും നമ്മൾ കാല് തൊട്ട് വണങ്ങുന്നത് നമ്മളെ സാഷ്ടാംഗം അയാളിൽ കൊണ്ടുപോയി നമ്മളെ സമർപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇവനെ എന്തും ചെയ്യാന്നുള്ളൊരു ബോധമുള്ളതിൻ്റെ അടുത്തൊന്നും പോയിട്ട് നമ്മൾ കാലുതൊട്ട് വണങ്ങിയാൽ നമ്മുടെ ജീവിതം തേഞ്ഞ് ഒട്ടും. മനസ്സിലാവും? അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം അത് ഗുരുവാണ്, ഗുരു എന്ന് പറയുന്നത് ദൈവമാണ്. അതായത് ഗുരുവിനെ നമുക്ക് ദൈവമായിട്ടും ഗുരുവിനെ നമുക്ക് നമ്മളെ മക്കളായിട്ടും ഗുരുവിനെ നമുക്ക് മാതാവും പിതാവുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളിൽ മാത്രമേ സറണ്ടറിങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സറണ്ടർ ചെയ്ത എല്ലാ ഗുരുക്കന്മാരും ഒരേപോലെ അല്ലല്ലോ. ഈ പറഞ്ഞ പോലെ ചില ഭർത്താക്കന്മാർക്കൊരു നിഷ്ഠയൊക്കെ ഉണ്ട്, ചിട്ടയായിട്ട് രാവിലെ ഭാര്യ എഴുന്നേറ്റിട്ട് ചായ കൊണ്ട് കൊടുത്ത് കാല് തൊട്ട് പോകണം. അതൊക്കെ നിർബന്ധിച്ച് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ജെനിലിയ ഒരു അവാർഡ് നൈറ്റിൽ ജെനിലിയ അവളുടെ ഹസ്ബൻഡിന്റെ പേരെന്താ,
റിതേഷ് ദേശ്മുഖ് ഹൃദയ സ്റ്റേഷൻ ഋതേഷിന്റെ award മേടിച്ചിട്ട് അപ്പൊ അവൻ ഉടനെ തിരിച്ച് അവളുടെ കാലിൽ തൊട്ടു. അത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സീനാണ്. ശരിക്കും നമ്മൾ അതൊക്കെ പോസിറ്റീവ്ലി ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കാല് തൊട്ട് നമ്മൾ വണങ്ങാന്ന് പറയുന്നത്, മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ജുബി എന്നെക്കാളും വലിയ ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ ജുബിനേക്കാളും ചെറിയൊരാളാണ് ഞാൻ മനസ്സിലാക്കി തരാം. ഈ സാധനം ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ വലിയ ആൾക്കാർ പോകുമ്പോൾ ഈ അവരുടെ പ്രീതി പറ്റാൻ വേണ്ടി ഓടിപ്പോയി കാല് തൊട്ട് വണങ്ങിയെടുക്കുന്നത്. ആൾക്കാർക്കൊന്നും അത് ഇഷ്ടമല്ല, ഒന്ന് കാല് തൊട്ട് വണങ്ങുന്നത്. അപ്പൊ ഇത് മാനിപ്പുലേഷനും കൂടി കടക്കുന്നുണ്ട്. ഇതേ സാധനം തന്നെയാണ് ഈ ഭാര്യയിലും ഭർത്താവിലും സംഭവിക്കുന്നത്. മാനിപ്പുലേഷൻ. അതായത് ഇങ്ങനെ വേണമെങ്കിൽ, അതായത് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന് ഭാര്യ എപ്പോഴും അടിമേനെ പോലെ നിൽക്കണം, എന്നെ കാല് തൊട്ട് വണങ്ങണം, എൻ്റെ പുറകെ കൂടെ നടക്കാൻ പാടുള്ളൂ, എൻ്റെ മുന്നിൽ കയറി ഇരിക്കാൻ പാടില്ല, എൻ്റെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞതിന് ശേഷം പറയാവൂ, ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ശരിക്കും ഈ പറയുന്ന പൊട്ടൻ്റെ ഇത്തരത്തിലുള്ള വീക്ക്നെസ് മനസ്സിലാക്കിയ ഒരു പെണ്ണിന് ഇത് സിമ്പിളായിട്ട് ആക്ട് ചെയ്തൂടെ? അല്ലെ, ഈ പറഞ്ഞ കാര്യം സ്വാസിക ഒരു 2 വർഷം മുന്നേ ഒരു ഭയങ്കരമായിട്ട് വൈറലായി. സ്വാസിക പറയുണ്ടായി, എൻ്റെ ഭർത്താവിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് അദ്ദേഹത്തിൻ്റെ പാചകമൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കാനാണ്, സേവിച്ചിരിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് സ്വാസിക 2 വർഷം മുന്നേ പറഞ്ഞപ്പോൾ അത് ഫെമിനിസ്റ്റുകളൊക്കെ ഏറ്റെടുക്കും. ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്ത്. അപ്പോൾ സ്വാസിക പറയുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്, നിങ്ങളാരും ചെയ്യണ്ട, എൻ്റെ ഭർത്താവിൻ്റെ കാല് തൊട്ടുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയണ്ടായിരുന്നു. ചെയ്യട്ടെ അല്ലേ? ഇതിനകത്ത് ഈ വിഷയം എന്താ അറിയോ, ഇപ്പം ചില സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുമ്പോഴത്തേക്ക് അതിന് തല്ലി പിടിക്കാൻ 2 സൈഡ് ഉണ്ടായിരിക്കും. ഇതല്ല നമ്മുടെ വിഷയം. സ്വാസിക പറഞ്ഞ സ്വാസികയുടെ ഒപ്പീനിയനാ. ആ ഒപ്പീനിയനെ ഒരാൾക്ക് എതിർക്കാൻ പറ്റും വിചാരിച്ചാൽ മതി. സ്വാസികയ്ക്ക് സ്വന്തം ഭർത്താവിന്റെ കാല് തൊട്ട് വേണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവന് അത്രയും ക്വാളിറ്റി ഉണ്ട്. സ്വാസികയ്ക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അവനും സ്വാസികനെ തെരഞ്ഞെടുത്തത്. ഇത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമുക്കത് കിട്ടാത്തത് നമുക്കും ക്വാളിറ്റി ഇല്ല, നമ്മുടെ പാർട്ണർ ചെയ്യാതെ അവരും ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പം ഒരു നേരത്തെ റോജിബർ പറഞ്ഞായിരുന്നു, നമ്മളെക്കാട്ടിലും വയസ്സിന് മൂത്ത ഒരാള്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നോർത്ത് സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ, അതായത് നിഷ്കളങ്കരായ കുട്ടികളാണ്, അവരാണ് ദൈവതുല്യം എന്ന് പറയും. അവരുടെ കാലിലോട്ട് അനുഗ്രഹം മേടിക്കും. അതായത് ഈ മുംബൈ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാൽ അവരെ ഒരു ഗോഡസായിട്ട് കാണും. അപ്പം ഏറ്റവും വലുത് ഈ നിഷ്കളങ്കമായ കുട്ടികളാണ്. ഇവരുടെ മനസ്സിൽ യാതൊരു നെഗറ്റീവ് സാധനവും ഇല്ല. അപ്പൊ അവരിൽ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന പശുവിന്റെ കാലൊക്കെ തൊട്ട് വണങ്ങണ്ടിട്ടില്ലേ? അത് ശരിക്കും നമുക്ക് വേണ്ടി മതപരമായിട്ടാണ് അത് പറയണമെങ്കിൽ പോലും ഞാൻ പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ആണ്. സൈൻ ഓഫ് ട്രഡീഷൻ ആണ് ആക്ച്വലി. അല്ല, മൃഗങ്ങളെ നമ്മൾ പോയി സ്നേഹിക്കുക. ഇപ്പൊ പശു ആണെങ്കിലും അതിന്റെ കാല് തൊട്ട് വണങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഒരു തെറ്റ് തോന്നിയിട്ടില്ല. കാരണം നമ്മളെ നിലനിർത്തുന്നവരാ, മനസ്സിലായി. അവരില്ലെങ്കിൽ നമ്മളില്ല, അത് സത്യമാണ് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മതമായിട്ടൊന്നും കൂടിക്കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അകത്ത്. ഇതെല്ലാം ഒരു ട്രഡീഷണലാണ്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എവിടെയോ നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അത് സത്യമാണ്. ഒരാളുടെ മുന്നിൽ തല കുനിക്കാന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ ഇതിനൊക്കെ നിരാകരിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ ഇല്ലാണ്ടായി നമ്മുടെ കൾച്ചറിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ?